വായിലെ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളെപ്പറ്റി നിങ്ങൾക്കറിയാമോ? ഇതാരും അവഗണിക്കരുത്, കാരണം ഇത് ജീവന് തന്നെ അപകടമായേക്കാം. നമസ്കാരം, ഞാൻ ഡോക്ടർ ആര്യ സുദർശനൻ. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഓറൽ ക്യാൻസർ അഥവാ വദനാർബുദത്തിൻ്റെ പ്രധാനപ്പെട്ട അപകടകരമായ കുറച്ച് ലക്ഷണങ്ങളാണ്. ഈ ലക്ഷണങ്ങൾ ആരും തന്നെ അവഗണിക്കാൻ പാടില്ല, കാരണം ഇത് ചിലപ്പോൾ നിങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയായേക്കാം. ഈ വീഡിയോയുടെ ലാസ്റ്റിൽ ഞാൻ ഒരു പ്രധാനപ്പെട്ടൊരു ലക്ഷണം പറയുന്നുണ്ട്, പക്ഷേ എല്ലാവരും അത് മിസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതറിയാനായിട്ട് ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ വീഡിയോ തുടങ്ങാം. ഇന്ന് ലോകത്തിൽ തന്നെ 3 ലക്ഷത്തോളം ആൾക്കാരാണ് ഓറൽ ക്യാൻസർ വന്ന് ചികിത്സയിലായിരിക്കുന്നത്. 1 ലക്ഷത്തോളം ആൾക്കാർ വർഷം തോറും മരണപ്പെടുകയും ചെയ്യുന്നു. അതിനാൽ ഇത് നേരത്തെ കണ്ടെത്താൻ സാധിച്ചാൽ ഒരു പക്ഷേ 100% ഇതിൽ നിന്ന് മുക്തി നേടാം. അതിനാൽ ഏർലി ഡിറ്റക്ഷൻ, അതായത് നേരത്തെ കണ്ടെത്തുക എന്നുള്ളതാണ് ഇതിലേറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത്. അതിനാൽ ഈ ലക്ഷണങ്ങളെപ്പറ്റി നിങ്ങൾ വളരെയേറെ ശ്രദ്ധ പുലർത്തേണ്ടതാണ്. എന്തൊക്കെയാണ് നമുക്ക് ലക്ഷണങ്ങളെന്ന് നോക്കാം. ഓറൽ ക്യാൻസർ അഥവാ വദനാർബുദത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ് ഉണങ്ങാത്ത മുറിവുകൾ. വായിലോ ചുണ്ടിലോ തൊണ്ടയിലോ അതോ നാവിലോ എവിടെയെങ്കിലും ഉണങ്ങാത്ത മുറിവുകൾ ഉണ്ടെങ്കിൽ അത് വളരെയേറെ സൂക്ഷിക്കേണ്ടതാണ്. ഇത് ഒരു വായ്പുണ്ണിൽ നിന്നായിരിക്കാം തുടങ്ങുന്നത്. ഒരു ചെറിയ വായ്പുണ്ണ് സ്റ്റാർട്ട് ചെയ്ത് അത് പിന്നീട് സൈസ് വലുതായി അതിൻ്റെ ബോർഡേഴ്സൊക്കെ നന്നായിട്ട് വന്നിട്ട് ഒരു വലിയൊരു മുറിവായിട്ട് അവിടെ നിൽക്കും. നമ്മൾ മരുന്നൊക്കെ അപ്ലൈ ചെയ്താലും അതുപോലെ മരുന്നൊക്കെ കഴിച്ചാലും അതിനൊരു വ്യത്യാസവും വരുന്നില്ല, മാറുന്നില്ല. 4 ആഴ്ചയോളം ഇങ്ങനെ തന്നെ നിൽക്കുകയാണെങ്കിൽ ഉടനെ തന്നെ ഒരു ഡെൻറ്റിസ്റ്റിനെ കാണേണ്ടത് അത്യാവശ്യം. അപ്പോൾ അതിനാൽ ഇത് വളരെയേറെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ്, ഉണങ്ങാത്ത മുറിവുകൾ. എന്നാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, എല്ലാ വായ്പുണ്ണും ക്യാൻസർ ആകണമെന്നില്ല. 4 ആഴ്ചയോളം ഉണങ്ങാതെ നിൽക്കുകയാണെങ്കിൽ മാത്രം അതൊരു ഡെൻറ്റിസ്റ്റിനെ കാണിക്കുക. ഡെൻറ്റിസ്റ്റ് ബാക്കി പരിശോധനകളൊക്കെ നടത്തിയിട്ട് അത് ക്യാൻസർ ആണോ അല്ലയോ എന്ന് ഉടനെ അറിയാൻ പറ്റും. അപ്പോൾ ചിലപ്പോൾ ബയോപ്സി ചെയ്യേണ്ടി വരും. ബയോപ്സി എന്ന് പറയുമ്പോൾ ദശ എടുത്ത് പരിശോധിച്ചിട്ട് നമുക്ക് ക്യാൻസർ ആണോ അതോ അല്ലയോ എന്നുള്ളത് നമുക്ക് അറിയാൻ. അടുത്തൊരു പ്രധാനപ്പെട്ട ലക്ഷണമാണ് അസഹനീയമായ വേദന. ആഹാരം കഴിക്കുമ്പോൾ, വെള്ളം കുടിക്കുമ്പോൾ ഒക്കെ നമുക്ക് വളരെ വേദന അനുഭവപ്പെടാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഡോക്ടറിനെ കാണുക. വെളുത്തതോ ചുവന്നതോ ആയ പാടുകൾ, അതായത് ലൂക്കോപ്ലേക്കിയ, എറിത്രോപ്ലേക്കിയ. ഇതാണ് ലൂക്കോപ്ലേക്കിയ, ഒരു പ്രീ ക്യാൻസറസ് കണ്ടീഷനാണ്. ഇത് കാൻഡിഡിയാസിസ്, അതായത് പൂപ്പിൾ ബാധ. ലൂക്കോപ്ലേക്കിയാണ് ക്യാൻസർ ആവാനുള്ള സാധ്യത കൂടുതൽ. കാൻഡിഡിയാസിസ് അല്ലെങ്കിൽ പൂപ്പൽ ബാധ എന്തെങ്കിലും ഓയിൻമെന്റ് അപ്ലൈ ചെയ്താൽ തന്നെ അത് മാറും. അതുപോലെ ഒരു ക്ലീൻ ടവൽ എടുത്ത് നമ്മൾ ഈ ലീഷനിൽ ഒന്ന് തുടച്ചു നോക്കണം. അപ്പോൾ സ്ക്രേപ്പബിൾ ആണെങ്കിൽ അത് കാൻഡിഡിയാസിസ്, സ്ക്രേപ്പബിൾ അല്ല എന്നുണ്ടെങ്കിൽ അത് ലൂക്കോപ്ലേക്കിയ. അപ്പോൾ ലൂക്കോപ്ലേക്കിയയിൽ നമ്മൾ ടവൽ വെച്ച് തുടച്ചു കഴിഞ്ഞാൽ അത് പോവില്ല എന്ന് മാത്രമല്ല, ചിലപ്പോൾ അതിൽ കൂടെ ബ്ലഡ് വരികയും ചെയ്യും. ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അടുത്തത് തുടർച്ചയായ ചുമ. സ്ഥിരമായി ചുമയുള്ള ഒരാൾ ഒന്ന് ക്യാൻസർ സ്ക്രീൻ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ നമ്മുടെ ശബ്ദം വളരെ വ്യത്യാസം വരിക, അങ്ങനെയൊക്കെ ഉള്ള ലക്ഷണങ്ങളുണ്ടെങ്കിൽ ഉടൻ തന്നെ ഡോക്ടറിനെ കാണുക. ഒരു ക്യാൻസർ സ്ക്രീൻ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. അടുത്തതായി കഴുത്തിൽ കഴല, എന്തെങ്കിലും മുഴ, എന്തെങ്കിലും കഴല, അങ്ങനെ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് 4 ആഴ്ചയോളം നീണ്ടു നിൽക്കുന്നതാണെങ്കിൽ ഉടൻ തന്നെ ഡെൻറ്റിസ്റ്റിനെ കാണേണ്ടത് അത്യാവശ്യം. അടുത്തതായി ഇളകിയ പല്ലുകൾ. പല്ലുകൾ ഇളകിയിട്ടുണ്ടെങ്കിൽ അത് എല്ലാ തരത്തിലും ക്യാൻസർ ആകണമെന്നില്ല, എന്നാൽ അതും ഒരു ലക്ഷണമാണ്. പിന്നെ ഉള്ളത് വിട്ടുമാറാത്ത തൊണ്ടവേദന.
അത് ഒരു അപകടകരമായ ഒരു ലക്ഷണമാണ്. ചുണ്ടുകളിലും കവിളുകളിലും വീക്കം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതും ഒരു ലക്ഷണമാണ്. വെപ്പുപല്ല് വെച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ അതിൻ്റെ അഗ്രങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. എവിടെയെങ്കിലും കയറി കൊള്ളുന്നുണ്ടോ, അതുപോലെ അതിൻ്റെ സെറ്റ് പല്ല് കറക്റ്റായിട്ടാണോ ഇരിക്കുന്നത്, അതോ ഇളകിയിട്ടുണ്ടോ, ഇതെല്ലാം ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അതുപോലെ ആ വെപ്പുപല്ലിൻ്റെ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് നോക്കുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ട്, അത് വെച്ചിട്ട് ഒരു അൾസർ പോലെയൊക്കെ വരികയാണെങ്കിൽ ഉടൻ തന്നെ ഡെൻറ്റിസ്റ്റിനെ കാണേണ്ടതാണ്. ചെറിയ രീതിയിലൊക്കെ ആണെങ്കിൽ അവിടെ ആ ഭാഗം ഒന്ന് കുറച്ചിട്ട് വെച്ച് തരും. ഇല്ലയെന്നുണ്ടെങ്കിൽ അത് മാറ്റേണ്ടി വരും. അപ്പോൾ അത് വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഞാൻ ആദ്യം പറഞ്ഞ ആരും പെട്ടെന്ന് ശ്രദ്ധിക്കാത്ത ഒരു ലക്ഷണമാണ് വായിൽ കൂർത്ത മുനയുള്ള പല്ലുകൾ. നിങ്ങളുടെ വായിൽ കൂർത്ത മുനയുള്ള പല്ലുകളുണ്ടോ എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഉടൻ തന്നെ അത് ശ്രദ്ധിക്കുക. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കൂർത്ത മുന കൊണ്ട് നമ്മുടെ വായിലോ ചുണ്ടിലോ നാവിലോ കയറി കൊണ്ടിട്ട് അൾസർ ഉണ്ടാവാം. അപ്പോൾ ആ കുറ്റിപ്പല്ലോ അല്ലെങ്കിൽ ആ കൂർത്ത മുനയുള്ള പല്ലോ കയറി കൊണ്ടിട്ടാണ് അൾസർ വരുന്നതെങ്കിൽ ആ പല്ല് ഒന്ന് രാവിക്കളയുകയോ അല്ലെങ്കിൽ കുറ്റിപ്പല്ലാണെങ്കിൽ അതെടുത്ത് കളയുകയോ ചെയ്യുക. അപ്പോൾ ആ ഒരു ലക്ഷണം നിങ്ങൾക്ക് മാറിക്കിട്ടും. ഇത് പിന്നീട് നിങ്ങൾക്ക് ആ പല്ല് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഭാവിയിൽ അത് പിന്നീട് ക്യാൻസർ ആകാം. ഇതൊരു പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ്. ഇതെല്ലാവരും മിസ് ചെയ്യുന്ന ഒരു ലക്ഷണമാണ്. അതിനാൽ വളരെയേറെ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓറൽ ക്യാൻസർ ഏർലി സ്റ്റേജിൽ തന്നെ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇത് പരമാവധി നമുക്ക് അതിൽ നിന്ന് മുക്തി നേടാം. എന്നാൽ ഇത് ലേറ്റ് സ്റ്റേജ് ആകും തോറും പല പല കോശങ്ങളെ അത് ബാധിക്കും. അങ്ങനെ നമുക്ക് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വളരെയേറെ സങ്കീർണമാകും. അതുകൊണ്ട് തന്നെ എത്രയോ നേരത്തെ കണ്ടുപിടിച്ചാൽ അത്രയും സക്സസ് റേറ്റ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഓരോ മാസവും സെൽഫ് എക്സാമിനേഷൻ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. എങ്ങനെ സെൽഫ് എക്സാമിൻ ചെയ്യാമെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 6 മാസം കൂടുമ്പോൾ ഒരു ഡെൻറ്റിസ്റ്റിനെ കാണേണ്ടത് അത്യാവശ്യമാണ്. ഒരു റെഗുലർ ഡെൻ്റൽ ചെക്കപ്പ് വളരെയേറെ ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നിങ്ങൾ കണ്ടുപിടിക്കാത്ത എന്തെങ്കിലും കാര്യം ചിലപ്പോൾ വായിലുണ്ടാകാം. അത് ഡെൻറ്റിസ്റ്റിനെ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഡെൻറ്റിസ്റ്റിനെ കാണേണ്ടത് വളരെയേറെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. നിങ്ങളുടെ വായിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടോ? ഒന്ന് കമൻ്റ് ഇടുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോസ് അപ്പോൾ നോട്ടിഫിക്കേഷൻസ് കിട്ടാനായി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഫ്രണ്ട്സിനായി ഈ അറിവ് ഷെയർ ചെയ്യുക. താങ്ക് യു.